ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂടെക്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ പേയിൽ യു പി ഐ പിൻ 3 വട്ടം എൻ്റർ ചെയ്തത് ഇൻകറക്റ്റ് ആയിട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ അൺബ്ലോക്ക് ചെയ്യാം എന്നാണ് ഞാൻ എന്ന് പറയുന്നത് പോകുന്നത്. സോ നമുക്കാണ് നോക്കാം. സോ ഇതിപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് കാണാനായിട്ട് സാധിക്കും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അവിടെ കാണിക്കും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫോർഗെറ്റ് യു പി ഐ പിൻ എന്നുണ്ടാവും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ATM കാർഡിൻ്റെ ലാസ്റ്റ് 6 ഡിജിറ്റ് കോഡ് അവിടെ ചോദിക്കും. 6 ഡിജിറ്റ് നമ്പർ അവിടെ ചോദിക്കും. സോ അതൊന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എക്സ്പിരി ഡേറ്റ്, ആ ഒരു കാർഡിൻ്റെ എക്സ്പിരി ഡേറ്റും കൂടി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ നമുക്ക് ആ ഒരു ബാങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൻ്റെ ഒരു OTP അതിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് ഈ UPI പിന്ന് ചോദിക്കും. നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പുതിയതായിട്ട് സെറ്റ് ചെയ്യാനുള്ള UPI പിൻ അവിടെ ചോദിക്കും. സോ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ തന്നെ കൊടുക്കാവുന്നതാണ്. സോ കൺഫേം ചെയ്യാനായിട്ട് ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ UPI പിൻ റീസെറ്റ് ആവുന്നതാണ്. സോ നമ്മുടെ UPI പിൻ ഇപ്പോൾ ബ്ലോക്കായത് അൺബ്ലോക്ക് ആയിട്ടുണ്ട്. സോ അപ്പോൾ ഇനി നമുക്ക് ഈ ക്യാഷ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്ന, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ടാക്കി അവിടെ നടിച്ച് പൊട്ടിച്ചിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ എത്തിയാൽ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ കമൻറ്റും കൂടി ചെയ്യണം. സോ നല്ല വീഡിയോ വീണ്ടും കാണാം. സീ സോൺ. ബൈ.